ഹായ് കൂട്ടുകാരെ, ഇന്നൊരു കാര്യം കാണിച്ചു തരാം. അപ്പോളേ ഇന്ന് ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയ തണ്ട് ഇവിടെ കൊണ്ട് വെച്ചതാണേ. ഞാൻ വിചാരിച്ചത് പിന്നെ ഇലച്ചെടിയായിരിക്കും. കാരണം ഇതിൻ്റെ ഈ അടിയിലത്തെ ഈ കളർ കണ്ടോ, ഞാൻ ഈ കളർ കണ്ടിട്ടാണ് ഇത് കൊണ്ടുവച്ചത്. ഇലച്ചെടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവച്ചാണ്. പിന്നെയാണ് ഇത് ഒരു ഔഷധ സസ്യമാണ്. മുറിവൊക്കെ ഉണ്ടാകുമ്പം ഇതിൻ്റെ ചാറ് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചാൽ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഞാൻ കുറേ ഇത് പിഴിഞ്ഞ് ഞാൻ കളഞ്ഞു കേട്ടോ. ഇവിടെ കുറേ ഉണ്ടായിരുന്നു, അവിടോട്ടൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ അതിന് പിഴിഞ്ഞ് കുറേ കളഞ്ഞു. ഇതിലൊരു പൂവൊക്കെ ഇതിൻ്റെ പൂവുണ്ടോ? അതെ, ഇതിന് ചെറിയ പൂവൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് മുറികൂട്ടി എന്ന് പറഞ്ഞ സാധനം, ഇത് പിന്നെയാണ് അറിയുന്നത് മുറികൂട്ടി എന്നുള്ള സാധനമാണെന്നേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുറികൂടി എന്ന് പറഞ്ഞ വേറെ സാധനമാണല്ലേ. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇതാണ് മുറികൂടി എന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ട്. ഇതിന് ചെറിയൊരു കാണിക്കും, ഇതിനൊരു കറയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുഞ്ഞതായിട്ടാണ് കറ വരാത്തത് കേട്ടോ. ഇതേ ചെറിയ കറ കണ്ടോ, കറ വരുന്നുണ്ട്. ഇത് നമ്മുടെ വീടുന്നതിനൊപ്പം ഉണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ പെരട്ടുകായിരുന്നു. ഇതാണ് സത്യം ഞങ്ങൾ പറയുന്നത്. മുറികൂടി ഉണ്ടെന്നുള്ളത് ഈ സാധനം കണ്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും പരീക്ഷിക്കണമല്ലോ, ഇത് മരുന്ന് പരീക്ഷിക്കണമല്ലോ. അപ്പം ഞാൻ സ്വയം ചിലപ്പോൾ പരീക്ഷണശാലയാകും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം എൻ്റെ കൈ മുറിഞ്ഞു വന്നേ. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം എൻ്റെ കൈ കത്തി കൊണ്ടൊന്ന് മുറിഞ്ഞു വന്നേ. ഇത് കണ്ടോ, നല്ലൊരു മുറിവായിരുന്നു, കുറേ ബ്ലഡൊക്കെ പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇരയില എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ ചാറ് തേച്ചേ. അപ്പം നീറ്റലുണ്ട് കേട്ടോ, നല്ല നീറ്റലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ആ മുറിവ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മുറിവൊക്കെ നന്നായിട്ട് കൂടി കേട്ടത്. ഇതുണ്ടോ, ഇപ്പം ചെറിയൊരു വേദനയുള്ളൂ, കുഴപ്പമില്ല. സൂപ്പർ മരുന്നാണ് കേട്ടോ. ഇതുണ്ടോ, അപ്പം ഇതാണ് ഇതിൻ്റെ നല്ല ഔഷധ ഗുണമുള്ള മരുന്നാണ്. ഇത് പറിച്ചു കളയാൻ വെച്ചിരുന്നതാണ് ഇത് ഞാൻ. പക്ഷേ ഇനിയിപ്പോൾ പറിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് കയ്യാലും ഇങ്ങനെ ഇതുണ്ടോ, ചെടി പോലെ ഇങ്ങനെ ഇങ്ങനെ കിടന്നോളും. ഇതിൻ്റെ പുറം കാണാനും രസമുണ്ട്, അടിയുടെ ഉണ്ടോ, ഇലയുടെ അടി കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ടോ. നല്ലൊരു സൂപ്പർ മരുന്നാണിത്. അപ്പോൾ നമുക്ക് അടുക്കള മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒറ്റമൂലിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ കളയാതൊക്കെ എല്ലാവരും സംരക്ഷിക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു മരുന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.